ഫുട്ബോളിൽ റെഫറി ഒരു ചുവപ്പ് കാർഡ് ഉയർത്തിയാൽ ആ താരത്തിന്റെ മത്സരം അവിടെ അവസാനിക്കും. പക്ഷേ ലോക ഫുട്ബോളിലെ ആ റെഡ് കാർഡിന്റെ പിറവിക്ക് പിന്നിൽ ഒരു ഇംഗ്ലണ്ട് അർജന്റീന ലോകകപ്പ് പോരാട്ടത്തിന്റെ കഥ കൂടിയുണ്ട്. ഇംഗ്ലണ്ടും അർജന്റീനയും ലോകകപ്പിൽ വീണ്ടും നേർക്കുനേർ. ഈ രണ്ട് ടീമുകളുടെ പോരാട്ടമോർക്കുമ്പോൾ പലരും മറഡോണയെയും ബെക്കാമിനെയും ഓർക്കും. പക്ഷേ അധികമാർക്കും അറിയാത്ത ഒരു സത്യവുമുണ്ട്. ഫുട്ബോളിലെ റെഡ് കാർഡിന്റെ പിറവിക്ക് വഴിയൊരുക്കിയത് ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിലുള്ള ഒരു ലോകകപ്പ് മത്സരമാണ്. ലോകകപ്പ് ക്വാർട്ടറിൽ ആതിഥേയരായ ഇംഗ്ലണ്ടും അർജന്റീനയും ഏറ്റുമുട്ടി. മത്സരം കടുത്ത ഫൗളുകളും വാക്കുതർക്കങ്ങളും നിറഞ്ഞതായിരുന്നു. റഫറിയുടെ തീരുമാനങ്ങളിൽ തുടർച്ചയായി പ്രതിഷേധിച്ച അർജന്റീനൻ നായകൻ അന്റോണിയോ റാറ്റിനെ ജർമ്മൻ റഫറിയായ റുഡോൾഫ് ക്രൈറ്റ്ലൈൻ പുറത്താക്കാൻ തീരുമാനിച്ചു. എന്നാൽ അന്ന് യെല്ലോ കാർഡോ റെഡ് കാർഡോ ഉണ്ടായിരുന്നില്ല. റഫറി ജർമ്മനിലും റാറ്റിൻ സ്പാനിഷിലുമാണ് സംസാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പുറത്താക്കാനുള്ള തീരുമാനം റാറ്റിന് വ്യക്തമായി മനസ്സിലായില്ല. റാറ്റിൻ മൈതാനം വിടാൻ വിസമ്മതിച്ചു. ഏകദേശം 8 മിനിറ്റോളം മത്സരം തടസ്സപ്പെട്ടു. ലോകം മുഴുവൻ ആ സംഭവം ചർച്ചയായി. ആ മത്സരം ശ്രദ്ധയോടെ കണ്ടിരുന്ന മുൻ ഇംഗ്ലീഷ് റഫറിയായിരുന്നു കെൻ ആസ്റ്റൺ. ഭാഷ അറിയാത്തതുകൊണ്ടാണ് ഈ കുഴപ്പമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ലണ്ടനിലൂടെ കാർ ഓടിക്കുമ്പോൾ ഒരു ട്രാഫിക് സിഗ്നലിന് മുന്നിൽ വാഹനം നിർത്തി. മഞ്ഞ ലൈറ്റ്, പിന്നെ ചുവപ്പ് ലൈറ്റ്. അപ്പോഴാണ് കെനിന് ഒരാശയം ലഭിച്ചത്. മഞ്ഞക്കാട് മുന്നറിയിപ്പ്, ചുവപ്പ് കാർഡ് പുറത്താക്കൽ. ഭാഷയുടെ ആവശ്യമില്ല. ലോകത്തിലെ ഏത് താരത്തിനും ഒരേ നിമിഷം മനസ്സിലാകുന്ന ഒരു സിഗ്നൽ. കെൻ ആസ്റ്റന്റെ നിർദ്ദേശം ഫിഫ അംഗീകരിച്ചു. 1970 മെക്സിക്കോ ലോകകപ്പിലാണ് ആദ്യമായി യെല്ലോ കാർഡും റെഡ് കാർഡും ഔദ്യോഗികമായി ഉപയോഗിച്ചത്. കൗതുകകരമായ കാര്യം, ആ ലോകകപ്പിൽ ഒരു താരത്തിനും റെഡ് കാർഡ് കാണിക്കേണ്ടി വന്നില്ല. 1966 ഒരു വിവാദ ഇംഗ്ലണ്ട് അർജന്റീന മത്സരം, ഒരു റഫറിയുടെ നിരീക്ഷണം, ഒരു ട്രാഫിക് സിഗ്നലിൽ നിന്നും ലഭിച്ച ആശയം. ഇന്നും ലോക ഫുട്ബോളിൽ ഓരോ റെഡ് കാർഡും ഉയരുമ്പോൾ അതിന്റെ തുടക്കം ഓർമ്മിപ്പിക്കുന്നത് ആ ചരിത്ര മത്സരത്തെയാണ്. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് മലയാളം.